അപ്പോൾ സംസ്ഥാനത്ത് ശക്തമായ പോളിംഗ് ആണ് ഇതുവരെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 11 മണി പിന്നിടുമ്പോഴുള്ള കണക്കനുസരിച്ച് 33%-ലധികം പേർ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് കാഴ്ച. ഏറ്റവും ഒടുവിൽ കോട്ടയത്ത് നിന്നുള്ള വിവരങ്ങൾ വരുമ്പോൾ കോട്ടയത്ത് പോളിംഗ് ശതമാനം കോട്ടയം ജില്ലയിൽ 33.01% ഉയർന്നിരിക്കുന്നു. പാലായിൽ നമുക്കറിയാം ശക്തമായ മത്സരം നടക്കുന്ന ത്രികോണ മത്സരം നടക്കുന്ന പാലായിൽ 32.03% പേർ വോട്ട് രേഖപ്പെടുത്തി. കടുത്തുരുത്തിയിൽ 30 മുകളിൽ, വൈക്കത്ത് 34% മുകളിൽ, ഏറ്റുമാനൂരിൽ 34%, കോട്ടയത്തും 34% മുകളിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതുപ്പള്ളി 33%, ചങ്ങനാശ്ശേരി 33%, കാഞ്ഞിരപ്പള്ളി 32%, പൂഞ്ഞാർ 32% എന്നിങ്ങനെയാണ് കോട്ടയത്തെ സാഹചര്യം. എന്തായാലും സംസ്ഥാനത്ത് എല്ലായിടത്തും ശക്തമായ രീതിയിൽ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. മലപ്പുറത്ത് ഒരു ആവറേജ് എടുത്താൽ ജില്ലയിൽ 32% പേർ ഇതിനോടകം വോട്ട് രേഖപ്പെടുത്തിയെന്ന വിവരമാണ് വരുന്നത്. നമ്മളിനി പോകുന്നത് വടക്കൻ മലബാറിലേക്കാണ്. കണ്ണൂരിലും കാസർഗോഡും എന്ത് സംഭവിക്കുന്നു എന്നറിയണം. നമുക്കൊപ്പം KV ബൈജു അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, കാസർഗോഡ് മഞ്ചേശ്വരത്ത് കള്ളവോട്ട് നടന്നു എന്നൊരു ആരോപണം BJP ഉന്നയിച്ചിട്ടുണ്ട്. ഗൾഫിലുള്ള ഒരാളുടെ വോട്ട് രേഖപ്പെടുത്തി എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ലഭിക്കുന്ന വിവരങ്ങൾ? നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് സാഹചര്യം അവിടെ? രേണുക, കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഉയർന്ന പോളിംഗ് ശതമാനം തന്നെയാണ് ഇപ്പോഴും രേഖപ്പെടുത്തുന്നത്. പ്രധാനമായും കണ്ണൂർ ജില്ലയിൽ 3 ഇടങ്ങളിൽ, അതായത് ധർമ്മടത്തും തളിപ്പറമ്പും പയ്യന്നൂരും ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ 3 മണ്ഡലങ്ങളിലാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, വലിയ തോതിൽ വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളാണ് ഇവ 3. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം ഉള്ളത്, 30% കടന്നിരിക്കുന്നു. അതോടൊപ്പം ഏറ്റവും കുറവ് കല്യാശ്ശേരിയിലാണ് താരതമ്യേന മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച്. ഏതായാലും രേണുക സൂചിപ്പിച്ച മഞ്ചേശ്വരത്താണ് ഇത്തരത്തിലൊരു കള്ളവോട്ട് ചെയ്തെന്ന ആരോപണവുമായി BJP ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കയ്യാറിലെ 128 നമ്പർ ബൂത്തിൽ കള്ളവോട്ട് ചെയ്തെന്ന് ആരോപിച്ച് BJP രംഗത്തെത്തി. വിദേശത്തുള്ള ഖാലിദിന്റെ വോട്ട് ജാഫർ ചെയ്തെന്നാണ് ആരോപണം. ഏതായാലും ഈ ജാഫറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിൽ കേസോ അത്തരം നടപടികളിലേക്കോ ഇപ്പോൾ പോയിട്ടില്ല പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ. പക്ഷേ കസ്റ്റഡിയിലാണ് ഈ ജാഫർ എന്ന് പറയുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായത് ഉദുമ മണ്ഡലത്തിലാണ്. ഉദുമ മണ്ഡലം UDF-ന്റെ ചീഫ് ഏജന്റ് BM ജമാൽ എന്ന് പറയുന്ന ആൾ ഈ ക്യാമറയുള്ള കണ്ണട ധരിച്ചെത്തുകയും പിന്നീട് പോലീസ് ഇയാളെ ഇപ്പോൾ കരുതൽ തടങ്കലിലെടുത്തിട്ടുണ്ട്. ഇയാളുടെ കണ്ണടയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഏതായാലും രാവിലെ മുതൽ തന്നെ മികച്ച പോളിംഗ് എന്ന് പറയേണ്ടി വരും. എല്ലാ പോളിംഗ് സ്റ്റേഷന് മുന്നിലും നീണ്ട നിര, അത് കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും കാണാമായിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരാണ് രാവിലെ മുതൽ തന്നെ വലിയ തോതിൽ ഇങ്ങനെ വരുന്നത്. നമുക്കറിയാം, ചൂട് കൂടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുക, അതായിരിക്കാം ഒരു പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതിന് സമാനമായ ഒരു അവസ്ഥ ഇപ്പോൾ ഈ കാസർഗോഡും കണ്ണൂരും നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നു. ഏതായാലും നീണ്ട ക്യൂ തന്നെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇത് കാസർഗോഡ് കണ്ണൂർ അതിർത്തിയിലെ ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. സ്ത്രീ വോട്ടർമാരെ നമുക്ക് കാണാം. രാവിലെ മുതൽ തന്നെ ഇതേ അവസ്ഥ, സമാനമായ അവസ്ഥയാണ്. വലിയ തോതിലുള്ള ആളുകളുടെ ഒരു നീണ്ട നിര തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും വാശിയേറിയ പോരാട്ടം നടക്കുന്ന 2 ജില്ലകളാണ് കണ്ണൂരും കാസർഗോഡും. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരവും അതുപോലെ തന്നെ കാസർഗോഡും, ഈ 2 മണ്ഡലങ്ങൾ BJPയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ BJP 2ാം സ്ഥാനത്തുള്ള മണ്ഡലങ്ങൾ. ഇവിടെ അക്കൗണ്ട് തുറക്കുമ്പോൾ BJP എന്ന ഒരു ഏറ്റവും വലിയ ആകാംക്ഷ അത് തന്നെയാണ് ഈ ഒരു മണ്ഡലത്തെ ശ്രദ്ധേയമാക്കുന്നത്. അതോടൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി ധർമ്മടത്തെത്തി. അദ്ദേഹം കൃത്യമായ വലിയ തോതിലുള്ള രാഷ്ട്രീയം വാക്കുകൾ പറഞ്ഞില്ലെങ്കിലും അത് തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാം മറുപടിയുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അപ്പോഴും വികസനത്തിന് തുടർഭരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ അത്തരം കാര്യങ്ങളിലേക്ക് മാത്രമാണ് മുഖ്യമന്ത്രി കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങൾ കടന്നില്ല. അത് വോട്ടെടുപ്പിന് ശേഷം എന്ന് അദ്ദേഹം കൃത്യമായി വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ഏതായാലും K. സുധാകരൻ ഇനി വോട്ട് ചെയ്യാനുണ്ട്. അല്പസമയത്തിനകം കണ്ണൂരിൽ K. സുധാകരൻ വോട്ട് രേഖപ്പെടുത്തും. മറ്റെല്ലാ നേതാക്കളും MB ഗോവിന്ദരും. ശരി, ഇപ്പോൾ ശശി തരൂർ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്കൊന്ന് പോയിട്ട് തിരിച്ചു വരാം. ഞാൻ ഏറ്റവും കൂടെ നല്ല വമ്പിച്ച ടേൺ ഔട്ടാണ്. അത് മാധ്യമക്കാരുടെ ടേൺ ഔട്ടാണെന്ന് എപ്പോഴും മനസ്സിലാക്കിയത്. നല്ലൊരു ടേൺ ഔട്ടാണല്ലോ നിങ്ങളെല്ലാവരും. എങ്ങനെ കാണുന്ന കാര്യങ്ങൾ നല്ല, എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു വിഹാരമുണ്ട് UDF-ന് വേണ്ടിയിട്ട്. ഞങ്ങളുടെ UDF സ്ഥാനാർത്ഥി വേണ്ടി വോട്ട് ചെയ്യാനാണ് എത്തിയിരിക്കുന്നത്. പറയാൻ പാടുമോ എന്ന് എനിക്കറിയില്ല, നമ്മുടെ ഇലക്ഷൻ ബൂത്തിന് വെളിയിലാണല്ലോ. പക്ഷെ ഞാൻ പറയട്ടെ, എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ ചരിത്രത്തിലൊരു സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഈ 10 വർഷക്കാലത്ത് ദുർഭരണം മാറ്റി
ഒരു പുതിയൊരു ഭരണം കൊണ്ടുവരുന്ന ഒരു സമയമായി. അതാണ് ജനങ്ങളുടെ മനസ്സിൽ ഞാൻ കാണുന്നത്. അവരതിനു വേണ്ടി ഒരു മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്നതാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. എല്ലാവിടെയും പോയിട്ട് ടേൺ ഔട്ട് നല്ലതാണ്. അതിൻ്റെ അർത്ഥം ജനങ്ങൾ മനസ്സിലായി ഇതിൻ്റെ പ്രാധാന്യം. അവർക്ക് മനസ്സിലായി. അവർ വന്ന് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചിലവർ ഈ കാർഡേഴ്സൊക്കെ ഒരു പക്ഷേ ഇറങ്ങിയിട്ട് ഇലക്ഷൻ മറ്റേവർക്ക് വേണ്ടി മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് സാധാരണ ജനങ്ങൾ വന്ന് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നല്ലോണം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.